വയനാട് പുൽപ്പള്ളിയിൽ കർഷക പാർലമെന്റും കർഷക റാലിയും സംഘടിപ്പിച്ചു. LDF കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. അനൂപ് കെ ആർ ചേരുന്നു വിശദാംശങ്ങളുമായി. അനൂപ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കേന്ദ്ര സർക്കാരുകളുടെ നയങ്ങൾ സൃഷ്ടിച്ച കാർഷിക പ്രതിസന്ധിക്കെതിരെ വയനാട് പുൽപ്പള്ളിയിൽ കർഷക പാർലമെന്റും മഹാ കിസാൻ റാലിയുമാണ് LDF സംഘടിപ്പിച്ചത്. ഇടത് സ്ഥാനാർത്ഥി TP സുധീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായായിരുന്നു കിസാൻ റാലി സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് കർഷകർ റാലിയിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ നിന്നെത്തിയ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ കർഷക പ്രതിനിധികളും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ഈ കിസാൻ റാലിയിൽ പങ്കെടുത്തത്. ഇതിനു മുൻപ് LDF നേതൃത്വത്തിൽ നടന്നത് കർഷക പാർലമെന്റാണ്. കിസാൻ സഭ അഖിലേന്ത്യാ പ്രസിഡന്റ് അശോക് ദാവളെയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ വിവിധ കർഷക സംഘടനകളുടെ വിവിധ നേതാക്കളും പരിപാടിയിലുണ്ടായിരുന്നു. പ്രധാനമായും ഇത്തരമൊരു കർഷക പാർലമെന്റിന്റെ സാഹചര്യം UPA NDA സർക്കാരുകളുടെ സാമ്പത്തിക നയങ്ങൾ അതുമൂലമുള്ള കെടുതികൾ നേരിട്ടനുഭവിച്ച വയനാട്ടിൽ കാർഷിക തകർച്ചയും ഇത്തരത്തിലുള്ള കാർഷിക പ്രതിസന്ധികളും ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടി വയനാട്ടിൽ സംഘടിപ്പിച്ചത്. ഉദാരവൽക്കരണ വിരുദ്ധ ബദൽ നയത്തിനായുള്ള ഒരു ദേശീയ കർഷക പ്രക്ഷോഭം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഇത്തരമൊരു കർഷക പാർലമെന്റ് വയനാട്ടിൽ സംഘടിപ്പിച്ചതിന് പിന്നിലുണ്ട്. ഏതായാലും വയനാട്ടിൽ ഇത്തരം കാർഷിക നയങ്ങളുടെയും അതുപോലെ തന്നെ ആസിയാൻ കരാർ പോലുള്ള കർഷകദ്രോഹ കരാറുകളുടെയും ഭാഗമായി വലിയ തോതിലുള്ള പ്രതിസന്ധിയും കർഷക ആത്മഹത്യകളും എല്ലാം നടന്നൊരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ കർഷകരുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് LDF ആലോചിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പരിപാടി പുൽപ്പള്ളി തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തു. ദേശീയ നേതാക്കളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഏതായാലും പുൽപ്പള്ളി നഗരത്തിൽ അല്പം മുമ്പ് മഹാറാലി സമാപിച്ചു. അശോക് ദാവളെ തുടങ്ങിയ ബിജു കൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ തുറന്ന വാഹനത്തിൽ ഈ അണിചേർന്ന കർഷകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. പുൽപ്പള്ളി നഗരത്തെ ആകെ ചുവപ്പണിയിച്ചുകൊണ്ട് വലിയ ശക്തി പ്രകടനമായി റാലി മാറി. അല്പസമയം മുമ്പ് കാനൻ രാജേന്ദ്രൻ ഇതിനുശേഷമുള്ള റാലിക്ക് ശേഷമുള്ള പൊതുയോഗം പുൽപ്പള്ളി ടൗണിൽ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹവും കോൺഗ്രസിന്റെയും NDAയുടെയും കർഷക ദ്രോഹ നയങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. പ്രധാനമായും NDA UPA നടപ്പാക്കിയ നയങ്ങൾ ഈ കർഷക ദ്രോഹ നയങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് NDAയും പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ കർഷക ആത്മഹത്യയെ പിടിച്ചു നിർത്താൻ ഈ നയങ്ങൾക്ക് രൂപം കൊടുത്ത കോൺഗ്രസിനോ അതുപോലെ തന്നെ NDAക്കോ സാധിക്കില്ല. ഇതിന്റെ ഇടത് ബദൽ ചിന്താഗതിയുള്ള സാമ്പത്തിക നയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നവരെ വിജയിപ്പിക്കണമെന്നും അത്തരം അംഗബലം പാർലമെന്റിൽ കൂടിയാൽ മാത്രമേ ഇത്തരം കർഷക ദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ കാനൻ രാജേന്ദ്രൻ പറഞ്ഞു. ഏതായാലും വയനാട്ടിൽ ഇന്നലെ നടന്ന മഹാറാലിക്ക് ശേഷം ഇപ്പോൾ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള മറ്റൊരു കിസാൻ റാലി കൂടി LDF സംഘടിപ്പിച്ചിരിക്കുന്നു. മണ്ഡലത്തിൽ LDFന്റെ വലിയ ശക്തി പ്രകടനമായി ഇത്തരം റാലികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. BJPയെ ഒറ്റപ്പെടുത്താൻ കോൺഗ്രസ് പരാജയപ്പെട്ടെന്ന് പിണറായി. ഇന്ത്യയിൽ ബദൽ രാഷ്ട്രീയം കേരളത്തിന് മാത്രം സ്വന്തം. രാമക്ഷേത്രത്തിന്റെയും പശുവിന്റെയും പേരിൽ BJP രാജ്യത്താകമാനം കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയാൻ കോൺഗ്രസിനാകുന്നില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ജനവിരുദ്ധ മോദി സർക്കാരിനെ കേന്ദ്രഭരണത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് മതനിരപേക്ഷ വിശ്വാസികളും രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നു. എന്നാൽ BJPക്ക് ബദലാകാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നതാണ് ഉയർന്നുവരുന്ന പ്രധാന ചോദ്യം. ഹിന്ദുത്വ വർഗീയതയോട് സന്ധി ചെയ്യുന്ന കോൺഗ്രസിന് എങ്ങനെ BJPക്ക് ബദലാകാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. BJPയല്ല, തങ്ങളാണ് രാമക്ഷേത്രം അയോധ്യയിൽ നിർമ്മിക്കുകയെന്നാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രഖ്യാപനമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ജോഷി എന്നത് അഖിലേന്ത്യാ വക്താവാണ്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ്. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, അതേപോലെ ഞങ്ങൾക്ക് മാത്രമേ രാമക്ഷേത്രം നിർമ്മിക്കാനാവൂ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും, ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കും. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ സംഘപരിവാർ ഉപയോഗിച്ച വിഷയമാണ് പശു സംരക്ഷണം. ഗോവധ നിരോധനം തങ്ങളാണ് രാജ്യത്ത് ആദ്യം നടപ്പാക്കിയതെന്നാണ് മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ അവകാശവാദമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് എന്താ ചെയ്തത്? അവിടെയാണ് കോൺഗ്രസിന്റെ പ്രാമാണികനായ ദിഗ്വിജയ് സിംഗിന്റെ രംഗപ്രവേശം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളാണ് ഗോവധം നിരോധിച്ചത്. അഭയാർത്ഥികൾക്ക് പൗരത്വം അനുവദിക്കുന്ന ബില്ലിന്റെ കാര്യത്തിലും മുത്തലാഖ് ബില്ലിന്റെ കാര്യത്തിലും BJP മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ചപ്പോൾ മൗനം പാലിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇത്തരം സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിന് എങ്ങനെ മതനിരപേക്ഷ ബദൽ സർക്കാരിന് നേതൃത്വം നൽകാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു.
ജനദ്രോഹകരമായ നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിലും ബിജെപിയും കോൺഗ്രസും ഒരേ അഭിപ്രായക്കാരാണ്. മതനിരപേക്ഷ ജനപക്ഷ സാമ്പത്തിക നയങ്ങൾ പിന്തുടരുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഭരണമാണ് രാജ്യത്തിന് ബദൽ മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. കാഞ്ഞങ്ങാട്ട് നടന്ന LDF റാലിയിൽ വൻ ജനപങ്കാളിത്തം ദൃശ്യമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുസ്ലിങ്ങളെ പരസ്യമായി ഭീഷണിപ്പെടുത്തി മേനകാ ഗാന്ധി. തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം മോശമാകുമെന്ന് അവർ പറഞ്ഞു. മേനകാ ഗാന്ധിയുടെ വർഗീയ പരാമർശത്തിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, BJP നേതാക്കൾ പരക്കെ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതിന്റെ തെളിവാണോ, തുടർച്ചയാണോ ഇതും? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്കുള്ള സാധ്യത? ആനന്ദ്, BJP നേതാക്കളായ മോദിക്കും അമിത്ഷായ്ക്കും യോഗി ആദിത്യനാഥിന് പിന്നാലെയാണ് ഇപ്പോൾ മേനകാ ഗാന്ധിയും ഈ കടുത്ത വർഗീയ പ്രസംഗം നടത്തിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ സുൽത്താൻപൂരിലാണ് മേനകാ ഗാന്ധിയുടെ ഈ ഒരു വിവാദ പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഈ ഒരു വിവാദ പ്രസംഗത്തിൽ മുസ്ലിം വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയാണ് മേനകാ ഗാന്ധി ചെയ്തിരിക്കുന്നത്. ഈ പ്രസംഗത്തിൽ മേനകാ ഗാന്ധി പ്രധാനമായും പറയുന്നത്, മുസ്ലിങ്ങൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ ഇപ്പോൾ തന്നെ ജയിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ മുസ്ലിങ്ങളുടെ വോട്ടില്ലാതെ ജയിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സുഖകരമായിരിക്കില്ല എന്ന് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറയുന്ന മേനകാ ഗാന്ധി പിന്നീട് ഈ മുസ്ലിം സമുദായത്തെ വളരെയധികം ഭീഷണിപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ്. പിന്നീട് മേനകാ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ, മുസ്ലിങ്ങളുടെ പിന്തുണ ഇല്ലാതെയാണ് ജയിക്കുന്നതെങ്കിൽ പിന്നീട് കാര്യങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല. അതായത് നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഒരു സഹായത്തിനും എന്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ സഹായം അഭ്യർത്ഥിച്ച് എന്റെ അടുത്ത് വരികയാണെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരുമെന്നാണ് മേനകാ ഗാന്ധി ഇന്നിപ്പോൾ സുൽത്താൻപൂരിൽ നടത്തിയിരിക്കുന്ന പ്രസംഗത്തിൽ ഈ ഒരു മുസ്ലിം സമുദായത്തെ ഭീഷണിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തു തന്നെയാലും ഈ ഒരു വർഗീയ പ്രസംഗത്തിനെതിരെ, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയുള്ള ഈ ഒരു പ്രസംഗത്തിനെതിരെ പ്രതിഷേധം വളരെയധികം ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സന്ദർശിക്കുകയും അത് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതിയിൽ പറയുന്ന കാര്യം, ഇത്തരത്തിൽ വർഗീയ പ്രസംഗം നടത്തുകയും അതോടൊപ്പം തന്നെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന മേനകാ ഗാന്ധിക്കെതിരെ കേസെടുക്കണം. ഈ കേസെടുക്കുന്നതിനോടൊപ്പം തന്നെ മേനകാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദ് ചെയ്യണമെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ഈ ഒരു വർഗീയ പ്രസംഗത്തിന്റെ പേരിൽ മേനകാ ഗാന്ധിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. വിഷ്ണു നൽകുന്ന വിവരങ്ങൾ കൃത്യമാണെങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ ഭരണഘടനയെയും മതേതരത്വത്തിനെയും എല്ലാം അട്ടിമറിക്കുന്ന, അതിനെ വെല്ലുവിളിക്കുന്ന വാക്കുകളാണ് മേനകാ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം റദ്ദു ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായ തീരുമാനമെന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകൾ. സാധാരണക്കാർക്ക് അത് പ്രതീക്ഷിക്കാമോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന്, വിഷ്ണു? ആനന്ദ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നടപടി കൈക്കൊള്ളുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇതിനു മുന്നേ തന്നെ BJPയുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങളും വർഗീയ പരാമർശങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ BJP നേതാക്കളെ താക്കീത് ചെയ്യാൻ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതിർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ മേനകാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ മേനകാ ഗാന്ധിയുടെ ഇന്നത്തെ ഒരു പ്രസംഗമാണ്. അതായത് BJP നേതാക്കളാരും വളരെ വേദികളിൽ പോലും വർഗീയ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തിക്കുന്ന ഒരു പ്രസംഗം BJP നേതാവിന്റെ ഭാഗത്തു നിന്നും ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മേനകാ ഗാന്ധി പിലിഭിത്ത് മണ്ഡലത്തിൽ നിന്നും മാറി സുൽത്താൻപൂരിലേക്ക് വരികയായിരുന്നു. കഴിഞ്ഞ തവണ പിലിഭിത്ത് മണ്ഡലത്തിലായിരുന്നു മേനകാ ഗാന്ധി മത്സരിച്ചിരുന്നത്. അവിടെ നിന്നും മാറിയാണ് സുൽത്താൻപൂരിലേക്ക് വന്നത്. ഈ സുൽത്താൻപൂരിൽ മേനകാ ഗാന്ധി തോൽക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഇപ്പോൾ മുസ്ലിം സമുദായത്തെ പേടിപ്പിക്കുക, അങ്ങനെ പേടിപ്പിച്ച് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ജയിക്കുക എന്നൊരു തന്ത്രം കൂടി ഇപ്പോൾ മേനകാ ഗാന്ധി നടത്തിയിരിക്കുന്ന ഈ ഒരു ഭീഷണിക്ക് പിന്നിൽ ഉണ്ടെന്നാണ് എല്ലാ ഭാഗത്തുനിന്നും വരുന്ന വിലയിരുത്തലുകളുമാണ്. വ്യക്തമാണ് വിഷ്ണു. ഗുരുതരമായ ചട്ടലംഘനവും ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന വാക്കുകളുമാണ് മേനകാ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നിഷ്പക്ഷവും കർശനവുമായ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് സാധാരണക്കാരായ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ സമീപിക്കുമെന്ന് നോക്കിക്കാണേണ്ടത് തന്നെയാണ്. വിശദാംശങ്ങളാണ് വിഷ്ണു ഡൽഹിയിൽ നിന്ന് നൽകിയത്.
വർഗീയതയോട് ചേർന്ന് പോകാനാണ് കോൺഗ്രസിന് താൽപര്യമെന്ന് മുഖ്യമന്ത്രി. ഒരു മടിയുമില്ലാതെ BJP-യിലേക്ക് പോകുന്നത് കോൺഗ്രസുകാർക്ക് മാത്രം സാധിക്കുന്ന മെയ്വഴക്കമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. BJP-യിലേക്ക് പോകില്ല എന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പരസ്യം ചെയ്യേണ്ടി വരുന്നത് എന്തൊരു നാണക്കേടാണെന്നും പിണറായി ചോദിച്ചു. കണ്ണൂർ ആലക്കോട് LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം എത്രമാത്രം അപക്വമാണ് എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ വേണ്ടത് ഇന്നത്തെ ഘട്ടത്തിൽ തീർത്തും നവ ഉദാരവൽക്കരണ നയം അംഗീകരിക്കാത്ത എന്ന് പറഞ്ഞാൽ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കാത്ത ഒരു ബദൽ നയമുള്ള ഗവൺമെന്റാണ്. അതിനാണ് നാം ആഗ്രഹിക്കുന്നത്. അത്തരം ബദൽ നയം ഇന്ന് എവിടെ കാണാൻ പറ്റും? നമ്മുടെ രാജ്യത്ത് ബദൽ നയം കാണാൻ കഴിയുന്ന ഒരിടത്ത് മാത്രമേ ഉള്ളൂ, അത് കേരളത്തിലാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നേതാക്കൾ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെ ഗുരുതരമായ ആരോപണങ്ങളുമായി പാർട്ടി വിട്ട് BJP-യിൽ ചേർന്ന മുൻ DCC സെക്രട്ടറി കല്ലിയൂർ മുരളി രംഗത്തെത്തി. വട്ടിയൂർക്കാവിൽ പ്രചരണ കമ്മിറ്റി ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന തമ്പാനൂർ രവിയുടെ അടുത്ത അനുയായി ശബരിമല കർമ്മസമിതിയുടെ സജീവ പ്രവർത്തകനെന്ന് മുരളി പറയുന്നു. AI ഗ്രൂപ്പുകൾ ഒന്നിച്ച് തരൂരിനെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നും മുരളി ആരോപിച്ചു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ BJP-യിൽ നിന്നും പണം പറ്റി വോട്ടുമറിക്കുന്നുവെന്ന ആക്ഷേപം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്ന മുൻ DCC സെക്രട്ടറി കല്ലിയൂർ മുരളി ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. BJP-ക്ക് വ്യക്തമായ ആധിപത്യമുള്ള വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ശബരിമല കർമ്മസമിതി നേതാവിനെ പ്രചരണ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാക്കിയത് ശശി തരൂരിനെ വിജയിപ്പിക്കാനാണോ അതോ തോൽപ്പിക്കാനാണോ എന്ന് നേതൃത്വം വ്യക്തമാക്കണമെന്ന് കല്ലിയൂർ മുരളി ആവശ്യപ്പെട്ടു. അപ്പൊ ശബരിമല കർമ്മസമിതിയുടെ വിളക്ക് കത്തിച്ച് കർമ്മസമിതി പരിപാടികളുമായി ബന്ധപ്പെട്ട ഈ ശാസ്ത്രമംഗലം മോഹനൻ അവിടുത്തെ കൺവീനറായിരിക്കുന്ന ശശി തരൂരിനെ ജയിപ്പിക്കാനാണോ എന്ന് ഈ നേതൃത്വം പറയണം. വട്ടിയൂർക്കാവിൽ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന തമ്പാനൂർ രവിയുടെ അടുത്ത അനുയായി കൂടിയാണ് പ്രചരണ കമ്മിറ്റി ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന ശാസ്തമംഗലം മോഹനൻ. ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച വിശ്വാസ സംഗമത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പങ്കെടുത്ത വ്യക്തി കൂടിയാണ് ശാസ്തമംഗലം മോഹനൻ. കർമ്മസമിതിയും BJP നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ആളിനെ കൺവീനറാക്കിയതിന്റെ പിന്നിലും ചില നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ടെന്നും മുരളി പറയുന്നു. കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പിലും പെടാത്ത ശശി തരൂരിനെ പരാജയപ്പെടുത്താൻ VS ശിവകുമാറും തമ്പാനൂർ രവിയും അടക്കമുള്ള AI ഗ്രൂപ്പുകൾ ഒന്നിച്ച് രംഗത്തുണ്ടെന്നും ഇത് തുറന്നു പറഞ്ഞ തനിക്കെതിരെ വധഭീഷണി നിലനിൽക്കുന്നുവെന്നും മുരളി പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശശി തരൂരിന് പിന്നാലെ K മുരളീധരനും പരാതിയുമായി രംഗത്തെത്തി. വടകരയിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സഹകരിക്കുന്നില്ല എന്നാണ് മുരളീധരന്റെ പരാതി. അതേസമയം പ്രചരണ രംഗത്ത് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നില്ലെന്ന് താഴെത്തട്ടിലെ പ്രവർത്തകരും പരാതിപ്പെടുന്നു. വട്ടിയൂർക്കാവ് MLA ആയ K മുരളീധരനെ കൊട്ടിഘോഷിച്ചാണ് കോൺഗ്രസ് നേതൃത്വം വടകരയിലെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിലെ ആവേശമൊന്നും ഇപ്പോഴില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പ്രാദേശിക നേതാക്കൾ വലിയ രീതിയിൽ സഹകരിക്കുന്നില്ലെന്ന പരാതിയും K മുരളീധരൻ ഉന്നയിച്ചതായാണ് സൂചന. കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതാക്കളെ മുരളീധരൻ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. അതേസമയം പ്രചാരണ രംഗത്ത് വേണ്ട വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതി താഴെത്തട്ടിലുള്ള പ്രവർത്തകരും ഉന്നയിക്കുന്നുണ്ട്. വടകരയിൽ പ്രചാരണ ചുമതലയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലേക്ക് കൂട്ടത്തോടെ കേന്ദ്രീകരിക്കുന്നതും UDF-നെ പ്രതിസന്ധിയിലാക്കുന്നു. പ്രചാരണ രംഗത്തെ പിന്നോക്കാവസ്ഥയിൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതൃപ്തി അറിയിച്ചുവെന്നാണ് വിവരം. LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ നാടിളക്കിയുള്ള പ്രചാരണത്തിന് മുമ്പിൽ UDF നേതൃത്വം പതറുകയാണ് എന്നും പ്രവർത്തകർക്കിടയിൽ സംസാരമുണ്ട്. വടകരയിൽ LDF-നെ നേരിടാൻ പറ്റാവുന്ന എല്ലാ കക്ഷികളെയും കൂടെ കൂട്ടിയെങ്കിലും ആ ആവേശമൊന്നും പ്രചാരണ രംഗത്ത് കാണുന്നില്ല എന്നാണ് K മുരളീധരന്റെ പരാതി. അതേസമയം K മുരളീധരനും വലിയ ആവേശമില്ലെന്നാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇതിനിടയിൽ വടകരയിലെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന ധർമ്മസങ്കടത്തിലാണ് മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ. PV കുട്ടൻ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെതിരെ വിശദീകരണ നോട്ടീസ്. മതസ്പർദ്ധ ഉളവാക്കും വിധം സ്ഥാനാർത്ഥി നടത്തിയ പ്രസംഗം 48 മണിക്കൂറിനകം ഇതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകണം എന്നാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ S കാർത്തികേയൻ നോട്ടീസ് നൽകിയത്.
ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കിടയിൽ മതസ്പർദ്ധ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ വിവാദ പ്രസംഗം. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഒറ്റ വാശിയാണ്, എങ്ങനെയെങ്കിലും 10നും 50നും ഇടയ്ക്കുള്ള 10 പെണ്ണുങ്ങളെയെങ്കിലും ശബരിമലയിൽ കയറ്റി ധർമ്മശാസ്താവിനെ കാണിച്ചിട്ട് അല്ലാതെ അയാൾക്ക് ഉണക്കം വരത്തില്ല. വേറൊരാളുണ്ട്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പുള്ളിക്ക് ഒറ്റ നിർബന്ധം, 10 പെൺപിള്ളാരെ സുന്നി പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസം നിസ്കാരം നടക്കുമ്പോൾ സുന്നി പള്ളികളിൽ ഈ പെണ്ണുങ്ങളെ കയറ്റി നിസ്കരിപ്പിക്കണം. ക്രൈസ്തവ ദേവാലയങ്ങളിലാണെങ്കിൽ എല്ലാ ദേവാലയങ്ങളും സർക്കാരിന്റെ നിയന്ത്രണം. ഇപ്പൊ ദേവസ്വം ബോർഡ് CPM-ന്റെ ഒരു ബ്രാഞ്ച് സംഘടനയായിട്ട് മാറി. DYFI SFI എന്ന് പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് ഇപ്പൊ അതുപോലെ ഒരു സാധനമായി മാറി. ഞാൻ ചോദിക്കുന്നത്, ഈ അവിശ്വാസികൾക്ക് ഈ കാര്യത്തിൽ വല്ല കാര്യമുണ്ടോ? പ്രഥമദൃഷ്ട്യാ ആക്ഷേപത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഇലക്ഷൻ കുറ്റങ്ങൾക്കെതിരെയും പെരുമാറ്റച്ചട്ടലംഘനത്തിനെതിരെയും LDF കൊല്ലം മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി K വരദരാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രേമചന്ദ്രന്റെ പ്രവൃത്തി ഇന്ത്യൻ ശിക്ഷാ നിയമം 124A 153A(b) വകുപ്പുകൾ പ്രകാരവും ജനാധിപത്യ നിയമം 123(3)A 125 വകുപ്പുകൾ പ്രകാരവും കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. കൂടാതെ സുപ്രീംകോടതി വിധിയെ ജനമധ്യത്തിൽ വിലകെടുത്തുന്ന പരാമർശം നടത്തിയും ഹാസ്യരൂപേണ അവതരിപ്പിച്ചും കോടതിയുടെ അധികാരത്തിനും അന്തസ്സിനും അവമതിപ്പും ഇടിവും വരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ പൂർണ്ണരൂപത്തിലും സമൂഹത്തിൽ മതവിദ്വേഷം വളർത്താൻ പര്യാപ്തമായ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പും ഉൾപ്പെടെയാണ് പരാതിയായി നൽകിയത്. അതേസമയം നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്നും വിശദീകരണം നൽകുമെന്നും UDF കേന്ദ്രങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പരാതി. ശബരിമല യുവതീ പ്രവേശ വിഷയം തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ വോട്ട് ലക്ഷ്യത്തോടെ പ്രചരണത്തിന് ഉപയോഗിക്കുന്നതായാണ് പരാതി. മണ്ഡലം വരണാധികാരിയായ കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി TV രാജേഷ് MLA പരാതി നൽകി. മതവിശ്വാസം ദുരുപയോഗം ചെയ്യുന്നതായും പരാതിയിൽ പറയുന്നു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ UDF പൊതുയോഗങ്ങളിൽ നടത്തിയ വോട്ടഭ്യർത്ഥനയിൽ വോട്ടർമാരുടെ മതവികാരം ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വോട്ടഭ്യർത്ഥന നടത്തരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം രാജ്മോഹൻ ഉണ്ണിത്താൻ ലംഘിച്ചതായാണ് പ്രധാന പരാതി. ആർത്തവോന്മുഖരായ സ്ത്രീകൾക്ക് കഠിനമായ വ്രതമെടുക്കാനാവില്ല. സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. എന്താ വിധി? സ്ത്രീ പുരുഷ സമത്വം വേണം. ശബരിമലയിൽ സ്ത്രീ പുരുഷ സമത്വം ഇല്ലേ? 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളല്ലേ? 10 വയസ്സിന് താഴെയുള്ള സ്ത്രീകളല്ലേ? പയ്യന്നൂർ അരവഞ്ചാലിൽ നടന്ന UDF പൊതുയോഗത്തിലെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഇത് സംബന്ധിച്ച് പരാതി സമർപ്പിച്ച LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി TV രാജേഷ് MLA ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബുവിന് നൽകിയ പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ശരണമന്ത്രം വിളിക്കാതെ 18ാം പടി ചവിട്ടാതെ 2 പെണ്ണുങ്ങളെ കൊണ്ടുപോയി മലയിൽ കയറ്റി. പിറ്റേന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ശബരിമല അയ്യപ്പന്റെ നൈസ്തിക ബ്രഹ്മചര്യം തകർന്നു. 2 സ്ത്രീകളെ ഞാൻ ശബരിമലയിൽ കയറ്റി. ഇനി എല്ലാ യുവതികൾക്കും കയറാം. അന്ന് എന്റെ വീടൊരു മരണ വീടാണ്. എന്റെ ഭാര്യ വാവിട്ട് നിലവിളിച്ചു. അവിടെ അമ്മ മരിച്ചപ്പോ പോലും അത്രയും കരഞ്ഞിട്ടില്ല. ശബരിമലയിൽ അയ്യപ്പന്റെ നൈസ്തിക ബ്രഹ്മചര്യം തകർക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുഃഖമുണ്ട്, അമർഷമുണ്ട്. ശബരിമല കഴിഞ്ഞാൽ കോടിയേരി പറഞ്ഞു 1000-ഓളം സുന്നിപ്പള്ളികളുണ്ട്, അവിടെ സ്ത്രീകളെ കയറ്റും. എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് യേശുക്രിസ്തുവിന്റെ അനുയായികളായ ക്രിസ്തു മതത്തിൽപ്പെട്ടവർക്ക് അവരുടെ പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ ഒരു ചർച്ച് ബില്ല് കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. അപ്പൊ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു, മുസൽമാനെ ഉപദ്രവിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനയെ ബഹുമാനിക്കുന്ന ആർക്കും ഈ നിരീശ്വരവാദികളെ കാരണം ജീവിക്കാനാവുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയുള്ള പരാതി കാസർഗോഡ് ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിട്ടു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ പേരാമ്പ്ര ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം നിർവഹിച്ചു.
ഉദ്ഘാടനം പ്രമാണിച്ച് ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ടും സ്വർണ്ണാഭരണങ്ങൾക്ക് 3% മുതൽ പണിക്കൂലിയിലും ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്കായി നിരവധി സമ്മാന പദ്ധതികളും ഓഫറുകളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാർക്കറ്റിംഗ് മാനേജർ അനിൽ CP അറിയിച്ചു. ചടങ്ങിൽ നിർധനർക്കുള്ള ധനസഹായവും വിതരണം ചെയ്തു. ഗ്രൂപ്പ് PRO VK ശ്രീരാമൻ, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AC സതി, വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ നമ്പ്യാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു.